ഓപ്പറേഷൻ തൂഫാൻ ഡ്യൂട്ടി കാരണം പോലീസ് സ്റ്റേഷനുകളിൽ ജോലിഭാരം വർദ്ധിക്കുന്നതായി പരാതി. പോലീസ് എക്സൈസ് സംയുക്ത സ്ക്വാഡ് രൂപീകരിക്കണമെന്നും ലഹരി കേസുകളിൽ എക്സൈസിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നും പോലീസുകാർ. ₹30 കോടി ഒന്നാം സമ്മാനവുമായി കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ 2026 വിപണിയിൽ. തൃശൂരിലെ ജില്ലാതല വിതരണോദ്ഘാടനം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ കാണാനെത്തിയവർക്കിടയിൽ ലഹരി വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന MDMAയുമായി 2 പേർ എക്സൈസിന്റെ പിടിയിൽ. തൃശൂരിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഓപ്പറേഷൻ തൂഫാൻ ഡ്യൂട്ടി കാരണം പോലീസ് സ്റ്റേഷനുകളിൽ ജോലിഭാരം വർദ്ധിക്കുന്നതായി പരാതി. പോലീസ് എക്സൈസ് സംയുക്ത സ്ക്വാഡ് രൂപീകരിക്കണമെന്നും ലഹരി കേസുകളിൽ എക്സൈസിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നുമാണ് പോലീസുകാർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ നടപടികളുടെ ഭാഗമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പോലീസ് സ്റ്റേഷനുകളിൽ അധിക ജോലിഭാരത്തിന് കാരണമാകുന്നുവെന്നാണ് പോലീസുകാർ പറയുന്നത്. ക്രമസമാധാന പാലനവും മറ്റ് നിയമസുരക്ഷാ ചുമതലകളും നിർവഹിക്കുന്നതിനിടെയാണ് തൂഫാൻ സ്ക്വാഡിന്റെ ഉത്തരവാദിത്വവും പോലീസ് ഏറ്റെടുക്കേണ്ടി വരുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും 4 പോലീസുകാരെയാണ് തൂഫാൻ സ്ക്വാഡിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പല എക്സൈസ് റേഞ്ച് ഓഫീസുകളിലും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ലെന്നും എക്സൈസിന്റെ ചുമതലകൾ പോലും പോലീസ് നിർവഹിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും പരാതിയുണ്ട്. ലഹരി വസ്തുക്കളുടെ വിപണനവും വ്യാപനവും തടയുന്നതിൽ എക്സൈസ് വകുപ്പിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ടെന്നും അതിനാൽ പോലീസ് എക്സൈസ് സംയുക്ത സ്ക്വാഡ് രൂപീകരിക്കുകയും ബന്ധപ്പെട്ട കേസുകളിൽ എക്സൈസ് വകുപ്പിനും കൂടുതൽ പങ്കാളിത്തം നൽകുകയും വേണമെന്നാണ് പോലീസുകാർ ആവശ്യപ്പെടുന്നത്. മീഡിയ ടൈം, തൃശൂർ. ₹30 കോടി ഒന്നാം സമ്മാനവുമായി കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ 2026 വിപണിയിൽ. തൃശൂരിലെ ജില്ലാതല വിതരണോദ്ഘാടനം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ 2026 ടിക്കറ്റുകളുടെ തൃശൂർ ജില്ലാതല വിതരണോദ്ഘാടനവും പ്രകാശനവും രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. ഇത്തവണ ₹30 കോടി ഒന്നാം സമ്മാനം. ടിക്കറ്റ് നിരക്കിൽ വർധനവ് വരുത്താതെ തന്നെ ഒന്നാം സമ്മാനത്തുക ഉയർത്തിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി സ്വാഗതാർഹമാണെന്ന് MLA പറഞ്ഞു. സാധാരണക്കാരായ മനുഷ്യർക്ക്, അംഗവൈകല്യം സംഭവിച്ചവർക്ക്, നല്ല കഠിനമായ ജോലികൾ ചെയ്യാൻ സാധിക്കാത്തവർക്ക്, രോഗികളൊക്കെ ഉള്ളവരെ 10,000-കണക്കിന് പേരാണ് നമ്മുടെ സംസ്ഥാനത്ത് ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം നടത്തി വരുന്നത്. അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടായി മുന്നോട്ട് പോകുവാൻ ഈ ലോട്ടറി വിൽപ്പന വളരെ സഹായകരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, 500 രൂപ കൊടുത്ത് ഓണ ബമ്പർ സമ്മാനമായി വാങ്ങുമ്പോൾ ആ 500 രൂപയിൽ നിന്നും നമ്മൾ ഭാഗ്യപരീക്ഷണത്തിന് മാത്രമല്ലാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും കൂടിയിട്ട് ഒരു സംഭാവന നൽകുന്ന തുല്യമായിട്ടാണ് ഈ ലോട്ടറി കച്ചവടമായി നമ്മൾ കാണുന്നത്. ഭാഗ്യാന്വേഷണത്തിനപ്പുറം ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ വിവിധ ക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കളക്ടറേറ്റ് അനക്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷയായി. ആദ്യ ടിക്കറ്റ് ലോട്ടറി ഏജന്റ് AR ലക്ഷ്മണന് നൽകി മേയർ വിൽപ്പന ഉദ്ഘാടനം നിർവഹിച്ചു. മീഡിയ ടൈം, തൃശൂർ. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ കാണാനെത്തിയവർക്കിടയിൽ ലഹരി വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന MDMAയുമായി 2 പേർ എക്സൈസിന്റെ പിടിയിൽ. തൃശൂരിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം കാണാൻ എത്തിയവർക്കിടയിൽ വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന MDMAയുമായി 2 പേരെ തൃശൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തു. സ്പെഷ്യൽ ഓപ്പറേഷന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. താലപ്പള്ളി മുള്ളൂർക്കര സ്വദേശികളായ സുനിലും ജിഷ്ണുവുമാണ് അറസ്റ്റിലായത്. ഒന്നാം പ്രതിയായ സുനിലിന്റെ വീട്ടിൽ നിന്നും ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിൽ നിന്നുമായി ആകെ 2.621 ഗ്രാം MDMA കണ്ടെടുത്തു. ലഹരി വസ്തുക്കൾ തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ത്രാസും പാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന 500 സിപ്പ് ലോക്ക് കവറുകളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. പ്രതികൾ വ്യാപകമായി ലഹരി വസ്തു ഇടപാടുകൾ നടത്തിയിരുന്നവരാണെന്നാണ് എക്സൈസിന്റെ പ്രാഥമിക നിഗമനം.
മൊബൈൽ ഫോണുകൾ പരിശോധിച്ചതിൽ ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനായി നിരവധി പേർ ഇവരെ ബന്ധപ്പെട്ടിരുന്നതായും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാനും ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരെ കണ്ടെത്തി തുടർ അന്വേഷണം നടത്താനും എക്സൈസ് നടപടി ആരംഭിച്ചു. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ വടക്കാഞ്ചേരിയിൽ 220 kV ഉന്നത പ്രസരണ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. വടക്കാഞ്ചേരി സബ്സ്റ്റേഷനിൽ നിന്ന് കുന്നംകുളം സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന ലൈനുകളിൽ ഒന്നാണിത്. രാത്രി സമയമായിരുന്നതിനാൽ വൻ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. തൃശൂർ വടക്കാഞ്ചേരി എങ്കക്കാട് പാലക്കൽ പാടശേഖരത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന 220 kV ഉന്നത പ്രസരണ വൈദ്യുതി ലൈനാണ് പൊട്ടിവീണത്. വടക്കാഞ്ചേരി സബ്സ്റ്റേഷനിൽ നിന്ന് കുന്നംകുളം സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന ലൈനുകളിൽ ഒന്നാണിത്. KCB വടക്കാഞ്ചേരി സെക്ഷന് കീഴിലുള്ള സാധാരണ വൈദ്യുതി ലൈനുകൾക്ക് മുകളിലേക്കാണ് ഉയർന്ന വോൾട്ടേജുള്ള ടവർ ലൈൻ തകർന്നു വീണത്. അപകടം രാത്രി സമയത്തായിരുന്നതിനാലും പാടശേഖരത്തിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാലും വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം ആവേശത്തോടെ നെഞ്ചിലേറ്റി മാളയിൽ നിറഞ്ഞു നിന്ന ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാക്കി മാള ഗ്രാമപഞ്ചായത്ത് ലഭാംബയുമായി ചേർന്ന കമ്മ്യൂണിറ്റി ഹാളിൽ പ്രദർശനം ഒരുക്കി. അർജന്റീന സ്പെയിൻ ആരാധകർ പ്രായഭേദമന്യേ ഹാളിൽ ഒത്തുകൂടി. നിറഞ്ഞ ആവേശത്തോടെയായിരുന്നു കളികളുടെ വീക്ഷണം. The day a planet stops for a game, for every nation, for two nations. 9 o'clock at the end of a steaming hot Sunday in Madrid, 4 o'clock on a dark winter's afternoon in Buenos Aires, 3 o'clock on an idyllic day by the banks of the Hudson River, where New Jersey meets New York. Match 104, the final of the 23rd World Cup. Spain for their... Rodri, Lamar. Very important block by Lisandro Martinez. Spain first to get their teeth into it, but Argentina can... സുതാര്യത ഉറപ്പാക്കിക്കൊണ്ടും പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും UDF സർക്കാരിന്റെ കീഴിൽ സഹകരണ മേഖല കൂടുതൽ ശക്തമായി തിരികെ വരുമെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ പ്രസ്താവിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അച്ഛനെ അമ്മനെ നോക്കണോ ഫുൾടൈം രാഷ്ട്രീയക്കാരനാവണോ എന്നുള്ള ചോദ്യം എൻ്റെ മനസാക്ഷിയെ വല്ലാതെ വേട്ടയാടിയപ്പോൾ രാഷ്ട്രീയത്തെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും വലുതാണ് അച്ഛൻ അമ്മ എന്ന് പറയുന്നത് എന്നതിനാൽ ഒരുപാട് മുതിർന്ന നേതാക്കന്മാർ, വളരെ മുതിർന്ന എൻ്റെ ഗുരുനാഥനായ VM സുധീരൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ, മൺമറഞ്ഞു പോയ DCC പ്രസിഡന്റായിരുന്ന PA ആന്റണി, MP VP ജോർജ് മാസ്റ്റർ MLA അടക്കമുള്ള ഞാൻ തലക്കോട് സർവീസ് സഹകരണ ബാങ്കിൽ ഗോൾഡ് അപ്രൈസറായി ജോലി വാങ്ങി 10 വർഷക്കാലം. പിന്നീട് അവിടെ കൊമേഴ്സ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് കേസ് ചിട്ട റെഡിയാക്കാനും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ അറിയും എന്നുള്ളതിനാൽ ബുദ്ധിമുട്ടി 10 വർഷക്കാലം സർവീസ് സഹകരണ ബാങ്കിൽ ജോലി ചെയ്തതാണ്. ആ സന്ദർഭത്തിൽ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെ അംഗമായി ഞാൻ അതിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്കോ മനഃപൂർവ്വം ഇല്ലാതെ മാറി നിന്ന് എംപ്ലോയീസ് ഫ്രണ്ടിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി പരമാവധി ആളുകളെ 100% തലക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരും എംപ്ലോയീസ് ഫ്രണ്ടിൽ അംഗങ്ങളാക്കി എൻ്റെ അന്നത്തെ നാട്ടിക നിയോജക മണ്ഡലം. ചടങ്ങിൽ KCF കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് സലീം കയ്പമംഗലം അധ്യക്ഷത വഹിച്ചു. KCF സംസ്ഥാന സെക്രട്ടറി D സാബു, ജില്ലാ പ്രസിഡന്റ് സതീഷ് കുമാർ, സെക്രട്ടറി പ്രമോദ് PR, കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് TM നാസർ, സുനിൽ P മേനോൻ, TM കുഞ്ഞുമൊയ്തീൻ, PP ജോൺ, KG മുരളീധരൻ എന്നിവർ സംസാരിച്ചു. കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ 2ാമത്തെ കുർബാനയ്ക്ക് ശേഷം തൂഫാൻ ഡേ ആഘോഷിച്ചു. ലഹരിക്കെതിരായി ഫ്ലാഷ് മോബും വേൾഡ് കപ്പ് ഫൈനലുമായി കുട്ടികൾക്ക് ജേഴ്സി ഡേയും ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഫ്രാൻസൺ കുരിശിങ്കൽ ലഹരിക്കെതിരെ സന്ദേശവും ഷൂട്ടൌട്ട് ഉദ്ഘാടനവും നിർവഹിച്ചു. ഇടവകയിലെ ആബാലവൃദ്ധ ജനങ്ങൾ ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ തൂഫാൻ ഡ്യൂട്ടി കാരണം പോലീസ് സ്റ്റേഷനുകളിൽ ജോലിഭാരം വർദ്ധിക്കുന്നതായി പരാതി. പോലീസ് എക്സൈസ് സംയുക്ത സ്ക്വാഡ് രൂപീകരിക്കണമെന്നും ലഹരി കേസുകളിൽ എക്സൈസിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നും പോലീസുകാർ.
30 കോടി രൂപ ഒന്നാം സമ്മാനവുമായി കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ 2026 വിപണിയിൽ. തൃശൂരിലെ ജില്ലാതല വിതരണോദ്ഘാടനം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ കാണാനെത്തിയവർക്കിടയിൽ ലഹരി വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന MDMAയുമായി 2 പേർ എക്സൈസിന്റെ പിടിയിൽ. തൃശൂരിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.